chapter 14 verse 22. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്കും അപ്പം കഴിക്കാതെ പോകുമ്പം കൈ കൊടുക്കുന്നതും അപ്പം കഴിച്ചേച്ച് പോകുമ്പം കൈ കൊടുക്കുന്നതിനും രണ്ട് എഫക്റ്റാ. വയറ് നിറഞ്ഞ് 12 കൊട്ടയും നിറച്ച് വിളമ്പിയവൻ കുഴഞ്ഞേച്ച് നിൽക്കുമ്പോൾ ഇത് കണ്ടേച്ചൊരു കൈ കൊടുപ്പുണ്ട് യേശുവിന്. യേശു പറഞ്ഞു, ആട്ടെ പൊക്കാട്ടെ, അത്ഭുതങ്ങൾ നടന്നല്ലോ. ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഈ 12 കൊട്ട എടുത്തുകൊണ്ട്, ഈ കൊട്ട ഞാൻ, ഈ കൊട്ട എനിക്ക്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരെ നിർബന്ധിച്ചെന്തോ ചെയ്തു. ഈ വയറ് നിറഞ്ഞാലും കൊട്ടയിലെ കളഞ്ഞു വെച്ച് പോകാൻ വലിയ പാടാ. മിണ്ടുന്നില്ല. സ്തോത്രം. യേശു വള്ളത്തെ കയറ്റി. ഇനി നമുക്ക് വായിക്കണം. ഇനി ആ ദൂതിലോട്ട് വരുന്നത്. സ്തോത്രം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. അവൻ ഈ അപ്പക്കൊട്ട ഉള്ളിടത്തുനിന്ന് ഇറക്കാൻ വലിയ പാടാ. സ്തോത്രം. കർത്താവ് പറഞ്ഞ വള്ളത്തേക്കാൻ പത്രോസ്, ഞാനോ? കേറിക്കോ. യോഹന്നാൻ ചോദിച്ചു, കേറിക്കോ. യൂദാ വരെ ചോദിക്കുക, കർത്താവ് ഞാൻ പോണോ? ഇത് 12 കേറ. മൊത്തത്തെയും കയറ്റി. അങ്ങോട്ട് പോകുമ്പോഴും അവര് ബൈ പറഞ്ഞു പോവുക. എങ്ങനെ ഈ അപ്പക്കൊട്ട വിടും? ചിലർ അതുകൊണ്ടായി കൊട്ടയെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്. ആ പോട്ടെ, പെണങ്ങരുത്. വള്ളത്തെ കയറി. അടുത്ത പദം ശ്രദ്ധിക്കണം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ചോദ്യം, നിർബന്ധിച്ച് വിട്ടവൻ താൻ അയച്ചവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പർവ്വത മുകളിൽ കയറുക. ഈ 46 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും. യേശു പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ കാരണം സമുദ്രത്തിൽ ഒലച്ചിലുണ്ടായാൽ അതിന്റെ കോപം തട്ടുന്നത് പർവ്വതത്തിലാണ്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. യേശു ഇരിക്കുന്നത് ആ പ്രതിബന്ധത്തിന്റെ മുകളിലാണ്. ചുഴലിക്കാറ്റിറങ്ങിയപ്പം കാറ്റ് പടകിനെ മറിക്കാൻ നേരത്ത് യേശു ഇരുന്നത് ആ വള്ളത്തിന്റെ അമരത്താണ്. ഒരാമയും വരുന്നില്ല. രാജാവ് കത്തിച്ച ചൂളക്കകത്ത് ദൈവം ഇറങ്ങി വന്നത് സൈഡിലല്ല, വെളിയിലല്ല, അതിന്റെ മധ്യത്തിലാണ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ എന്റെ കർത്താവുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ചില രൂപപ്പെട്ട പ്രതികൂല ഈ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യോഗം തീരരുത് എന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിക്കുക. പക്ഷെ ആ യോഗം പെട്ടെന്ന് തീരും. വള്ളത്തെ കയറ്റും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്നെ പേഴ്സണലി കാണാൻ ഒരു അപ്പനും അമ്മയും ഒരു മകളെയും കൊണ്ടുവന്നു. അവള് ഒരു BSc നേഴ്സാണ്. ഇപ്പൊ ഞാൻ കാണുമ്പോൾ അവക്ക് 46 വയസ്സുണ്ട്. വിവാഹം കഴിച്ചിട്ടില്ല. 46 വയസ്സുണ്ട്. അപ്പനും അമ്മേനോട് പറഞ്ഞു, നേഴ്സിംഗ് പഠിച്ച കോളേജിൽ ഇവൾ 1ാമതാണ്. ഏറ്റവും നല്ല സ്കോറോടെ, മാർക്കോടെ അവൾ പാസ്സായി. പിന്നീടുള്ള 2 വർഷം ബാംഗ്ലൂരിൽ ഒരു ഹോസ്പിറ്റലിൽ അവൾക്ക് എക്സ്പീരിയൻസിന് വേണ്ടി അവൾ ജോലിക്ക് കയറി. ഡോക്ടർമാർക്ക് ഇവൾ വിലപ്പെട്ടവളാണ്. നേഴ്സസ് യൂണിയന് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് ഇവൾ വിലപ്പെട്ടവളാണ്. പക്ഷെ ചിന്തിക്കാത്ത സമയത്ത് ഒരു പ്രതികൂലം ഉണ്ടായി. ഒരു പുതിയ സ്റ്റാഫ് അവിടെ വന്നു. ഇവളോട് എല്ലാവർക്കും താല്പര്യമായതുകൊണ്ട് ഇവൾ അവൾക്ക് നേരെ വർക്ക് ചെയ്യാൻ തുടങ്ങി. നേഴ്സസ് ഗ്രൂപ്പിനെ മുഴുവൻ 2ാമത്തെ വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ അവളെ വേറൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുവാൻ
അവിടെ റിലേറ്റീവ് എല്ലാ പേപ്പർ വർക്കും ചെയ്തു വെച്ചിരിക്കുക. ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിയാൽ മതി. ചുരുക്കി പറയാം, 2 വർഷം തികയുന്നതിന് 3 മാസം മുമ്പ് ആ ഹോസ്പിറ്റലിലുള്ള മുഴുവൻ സ്റ്റാഫ് ഇവൾക്കെതിരായി. ഇവക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കാതെ അവളെ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്തു.